ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ സ്വാഗതം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് മന്ത്ലി ഏപ്രിൽ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. അവിടെ ഞാൻ വേറെ തരത്തിൽ വീഡിയോസ് ഇടാറുണ്ട്. അതിവിടെ ഷെയർ ചെയ്യാറില്ല ഈ യൂട്യൂബിൽ. അപ്പോൾ അവിടെയും ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു റീഡിങ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ ഒരു റീഡിങ് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീനിലിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇത് പെയ്ഡ് റീഡിങ്സ് ആണ്, പേഴ്സണൽ റീഡിങ്സ്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അതല്ല വെച്ചാൽ സ്ക്രീനിൽ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെയും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. ആൻഡ് എൻ്റെ ചാനലിലെ മെമ്പർ നിങ്ങൾക്ക് ആവണം വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ റീഡിങ്ങിലേക്ക് ചെല്ലാം. കാപ്രിക്കോൺ ആൻഡ് എന്താണ് നിങ്ങളുടെ മെസ്സേജസ് ഏപ്രിൽ മാസത്തിൻ്റെ നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ എന്താണ് മെസ്സേജ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ ഓവറോൾ എനർജിയാണ് ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ പാസ്റ്റിൽ ഉള്ളത് 10 വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി 5 ഓഫ് വാൻഡ്സ് ആണ്. ഫ്യൂച്ചറിൽ വരുന്നത് സൺ. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം ക്വീൻ ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ അഡ്വൈസ് 7 ഓഫ് സോഡ്സ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഉണ്ടാവാൻ പോണ ടെമ്പറൻസ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഏസ് ഓഫ് കപ്സ് ആണ് ഓവറോൾ എനർജി. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് കാണാണ്ട് ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, പക്ഷേ ഇതൊരു ഇമോഷണൽ ബിഗിനിങ് ആണ്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ഒരു ലവ് റിലേഷൻഷിപ്പ് ആവാം, അതല്ല വെച്ചാൽ ഒരു ക്രിയേറ്റീവ് പ്രോജക്റ്റ് ആയിരിക്കാം. ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയായിരിക്കാം. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ബിസി മാസമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും കരിയർ മാനേജ് ചെയ്യാൻ കുറച്ചൊരു വിഷമം ഉണ്ടാവും. എന്നുവെച്ചാൽ അത്രയും ബിസി ആയിരിക്കും നിങ്ങളുടെ ലൈഫ്. പേജ് ഓഫ് വാൻഡ്സ് കുറേ പുതിയ ഓപ്പർച്യൂണിറ്റീസിൻ്റെ എനർജിയാണ്. പുതിയ ബിഗിനിങ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മാസം ട്രാവൽ അതും ഞാൻ കാണുന്നുണ്ട്. കുറേ എക്സൈറ്റിംഗ് ന്യൂ ബിഗിനിങ് കാണാണ്ട് ഇവിടെ. നിങ്ങൾ ഡീൽ ചെയ്യേണ്ട പറഞ്ഞാൽ റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. ഇവർ ഒരു ഫയർ സൈൻ ആയിരിക്കാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആക്ച്വലി ഒരു സമയത്തിൻ്റെ ഇൻഡിക്കേഷനാണ്. എന്ന് വെച്ചാൽ നല്ല സമയം വരാൻ പോകുന്ന ഇൻഡിക്കേഷനാണിത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു വെച്ചാൽ ഇപ്പോൾ ആ സിറ്റുവേഷൻ മാറുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതിൻ്റെ തുടക്കം ഓൾറെഡി ഉണ്ടായിരിക്കുന്നു. ആ നല്ല സമയത്തിൻ്റെ തുടക്കം ഓൾറെഡി പാസ്റ്റിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, 2 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിൽ എന്തോ ഒരു സിറ്റുവേഷൻ, ഇത് വേറെ ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു നല്ല സമയം വരാൻ പോകുന്നുണ്ട്, അതുണ്ട്. പക്ഷേ അതല്ലാണ്ട്
കുറേ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരുന്നു പാസ്റ്റിൽ, എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ. ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്താ വേണ്ടതെന്ന് അറിയാത്ത എനർജിയാണ് 2 ഓഫ് വാൻഡ്സ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഏത് ചോയ്സാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് അതറിയാണ്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് കുറച്ച് സമയം പോയി അങ്ങനെ. പക്ഷേ ഇത് നല്ലൊരു ഗുഡ് ലക്കിൻ്റെ എനർജിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ. ഞാൻ പറഞ്ഞ മാതിരി കുറേ പുതിയ ബിഗിനിങ്സ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ലവ് ലൈഫാണ് വെച്ചാൽ ഇത് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണ എനർജിയുമാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു, തിരിച്ചു വരാൻ നോക്കി, അങ്ങനത്തെ എനർജിയും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ റീകണക്ട് ചെയ്തിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ഇതൊരു പുതിയ പേഴ്സൺ ആണ് വെച്ചാൽ അതിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ശരിയാവോ ഇല്ലേന്ന്, അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ 5 ഓഫ് വാൻഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ആ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഷുവർ അല്ല, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, മനസ്സിൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, എന്താ വേണ്ടത് അറിയില്ല. ഇതിപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലത്തെ കോൺഫ്ലിക്റ്റ് അല്ല വെച്ചാൽ വേറെ ആൾക്കാരുടെ കൂടെ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, വേറെ ആൾക്കാരുടെ കൂടെ വഴക്കായിരിക്കാം, കോമ്പറ്റീഷൻ്റെ എനർജിയാണ്, തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് വെച്ചാൽ ഇത് ആ എനർജിയാണ് ഇവിടെ ഞാൻ കാണുന്നത്. 5 ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? ആദ്യം 2 ഓഫ് സോഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ പാസ്റ്റിലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ കറണ്ട് എനർജിയിലും ഒരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഷുവർ അല്ല എന്താ വേണ്ടതെന്ന്, നിങ്ങൾ ആ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. 8 ഓഫ് പെൻറ്റക്കിൾസ്, ഇത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലും ആവാം. അപ്പോൾ ഏതോ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ കുറേ ശ്രമിക്കണു, പക്ഷേ അത് ആ ഡിസിഷനിൽ വരാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു ഇൻഡിസിഷനാണ് ഇവിടെ. പക്ഷേ ഫ്യൂച്ചറിൽ ക്ലാരിറ്റി ഉണ്ടാവും, എന്നുവെച്ചാൽ സൺ ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ ഡൗട്ടൊക്കെ മാറും, നിങ്ങളുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെ? സൺ എനർജി, ലിയോ എനർജിയാണ് സൺ, ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞ മാതിരി കുറേ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്, ഏതോ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എൻഡ് ചെയ്യണു. ഇപ്പോൾ ഇത് റൊമാൻറ്റിക് ആണ് വെച്ചാൽ ഒരു സിറ്റുവേഷനിൽ ഒരു എൻഡ് ഞാൻ കാണുന്നുണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ട് ഇവിടെ. ഇത് കരിയറിൻ്റെ കാര്യത്തിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി ഉണ്ട്, ഏത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് വേണ്ടാത്തത് അതൊക്കെ വിട്ട് നിങ്ങളുടെ ചോയ്സ് കുറേ വ്യക്തമായി ക്ലിയറായി പറയണു. ഓക്കെ. ആൻഡ് ഇവിടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. പക്ഷേ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാച്ചാലും നിങ്ങൾ വേഗം റിക്കവർ ചെയ്യും. ഇപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഇവിടെ ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവരുടെ കൂടെ ഉള്ള റിലേഷൻഷിപ്പ് ചാലഞ്ചിങ് ആയിരിക്കാം ഈ മാസം. ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷനാണ്, പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്റ്റെബിലിറ്റിയാണ്, സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇവിടെ എന്തോ സ്റ്റെബിലിറ്റി ഇല്ല, ഒരു പറഞ്ഞ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് പറയണത്. 7 ഓഫ് സോഡ്സ് ആണ് ഇവിടെ അഡ്വൈസ്. അപ്പോൾ എന്തോ ഒരു റെഡ് ഫ്ലാഗ് നിങ്ങൾ മിസ് ചെയ്യണു. ഇപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം, ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യണില്ല, അങ്ങനത്തെ ഒരു എനർജിയിലാണ് വെച്ചാൽ നിങ്ങളെന്തോ മിസ് ചെയ്യണു, എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാം, പക്ഷെ അതിനെ നിങ്ങൾ വേണിച്ചിട്ട് അതിനെ ഇഗ്നോറാണ് ചെയ്യണത്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ട് മനസ്സിൽ, അത് ഈ പേഴ്സൺ എന്തോ ശരിയല്ല, എന്തോ നടക്കുന്നുണ്ട്, ഞാൻ അറിയാണ്ട് എന്തോ നടക്കുന്നുണ്ട്, അത് അങ്ങനത്തെ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെച്ചാൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടിയും ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ അത് 8 ഓഫ് സോഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഈ മനസ്സിൻ്റെ ഡൗട്ടിൻ്റെ കാരണം നിങ്ങൾ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ വേണ്ടതെന്ന്. നിങ്ങൾ ഈ ഡൗട്ട് മനസ്സിലുണ്ടായിട്ടും നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യാൻ നോക്കി. പക്ഷേ ഞാനിവിടെ കാണുന്നത് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ ഡൗട്ടിനെ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ തുറന്ന് സംസാരിക്കണം, എന്താണ് ഈ പ്രോബ്ലം എന്നുവെച്ചാൽ അത് ചെയ്യാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണത്. എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതിനെ ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനെ തുറന്ന് സംസാരിക്കണം. അത് സംസാരിക്കില്ല വെച്ചാൽ ഇത് അങ്ങനെ തന്നെ ഒരു സ്റ്റാഗ്നൻ്റായി സിറ്റുവേഷൻ ആയി പോവും. നിങ്ങൾക്കും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇതിലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല, അത് സംസാരിക്കാണ്ട് ഇതിൽ സൊല്യൂഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ജഡ്ജ്മെൻ്റ് ആണ് ടെമ്പറൻസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. ഇവിടെ ബാലൻസ് ഉണ്ട്, ഹീലിംഗ് ഉണ്ട്. ടെമ്പറൻസ് സാജിറ്റേറിയസ് എനർജിയാണ്, സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഈ മാസം ചില ചാലഞ്ചസ് ഉണ്ട്, പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കുക, സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കുക. പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇതിന് പുറത്ത് വരും, ഈ സിറ്റുവേഷന് പുറത്ത് വരും. ഇവിടെ ഹീലിംഗ് ഉണ്ട്, ബാലൻസ് ഉണ്ട്, എല്ലാം ശരിയാവും. ഓക്കെ, അതാണ് ഇവിടെ മെസ്സേജ്. ഔട്ട്കം നിങ്ങളുടെ 8 ഓഫ് Wands. അപ്പോൾ ഇത് ഫോർവേഡ് മൂവ്മെൻറ്റിൻ്റെ എനർജിയാണ്, ട്രാവലിൻ്റെ എനർജിയാണ്, സക്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾ ഫേസ് ചെയ്യണ ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ ഈസിലി ഓവർകം ചെയ്യും. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഡിറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആവുന്നുണ്ട്. പൈസയുടെ കാര്യത്തിലും ഞാൻ കാണുന്നത് കുറേ നല്ല സമയമാണ്, സക്സസ് ഉണ്ട് കരിയറിൽ. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ എല്ലാത്തിലും മൊത്തം ഇത് ഔട്ട്കം പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായാലും അത് ടെമ്പററി ആണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ കാർഡ്സ് പറയണത്? അപ്പോൾ ഇവിടെ കുറേ ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് സൈൻസ്. പീസ്ഫുൾ റെസൊല്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്, അതായത് കുറേ ഒരു വലിയ പ്രശ്നമാവുമോ എന്ന്. പക്ഷേ ആക്ച്വലി ഇതിൽ ഔട്ട്കം കുറേ നല്ലതാണ്. അപ്പോൾ ഈ ചാലഞ്ചസ് ഉണ്ടായാലും നിങ്ങൾക്ക് ഔട്ട്കം പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.